ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രജനീകാന്തിൻ്റെ കൂലി സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള തിയേറ്ററിൽ തന്നെയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അങ്ങോട്ടുള്ള പോക്കാണ്. അപ്പോൾ 3 മണിക്ക് ശേഷം 3 മണി കഴിഞ്ഞിട്ടാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഇറങ്ങി. കാരണം ഇവിടെ നിന്ന് അധികം ദൂരമില്ല. ഇടയിലൊക്കെ ഞങ്ങളിങ്ങനെ സിനിമ കാണാൻ പോകാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള ഒരു തിയേറ്ററും ഇഷ്ടമല്ല. കാരണം അവിടെ തിയേറ്ററിൽ പോയി അപ്പോൾ തന്നെ സിനിമ കണ്ട് അന്നേരം തന്നെ ഇറങ്ങാൻ വലിയ താല്പര്യം. PVR മൂവി കാണാൻ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് താല്പര്യം സാലിഗ്രാം PVRലാണ്. വിജയ മോള് അവിടെ ഇഷ്ടംപോലെ കാണാനും പിന്നെ ഒരു യാത്രയും ഒരു രസമാണ്. സിനിമയ്ക്ക് വേണ്ടി മാത്രമായിട്ട് പോവാതെ കുറച്ച് കറക്കമൊക്കെ കറങ്ങി അങ്ങനെയാണ് എനിക്ക് മോൾക്കൊക്കെ ഇഷ്ടം. പക്ഷേ ഹസ്ബൻഡ് മിക്കവാറും എളുപ്പപ്പണിക്ക് ഇവിടെ അടുത്തുള്ള തിയേറ്ററിലൊക്കെ ബുക്ക് ചെയ്യും. അങ്ങനെയുള്ളൊരു തിയേറ്ററാണ്. സത്യം പറയാമല്ലോ, തിയേറ്ററൊക്കെ എനിക്കിഷ്ടപ്പെട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ശരി, ഓക്കെ, എന്തായെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും മോളും കൂടെ വീഡിയോ ഒക്കെ എടുത്തു. അവൾ ഫോട്ടോ ആണെന്നാണ് വിചാരിച്ച, വീഡിയോ ആണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം ഒരു 7:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പാരൻസിൻ്റെ വീട്ടിലേക്ക് പോയി. ഡാഡി കുറേ കാലമായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരി, ഇപ്രാവശ്യം ലീവൊക്കെ 3 ദിവസമൊക്കെ വന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ പോയി രാത്രി നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മമ്മി സ്പെഷ്യലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടെങ്കിലും മൊത്തം സ്പെഷ്യലായിരുന്നു. 2 മീൻകറി, തോരൻ, കൂട്ടുകറി, പച്ചടി, അയ്യോ ഒന്നും പറയണ്ട, അത് അടിപൊളി ഭക്ഷണമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ബ്ല കുറേ സംസാരിച്ച് ഞങ്ങളന്ന് കിടന്നങ്ങ് ഉറങ്ങി. ഓക്കേ, എന്തായാലും വീട് മാറിയ ഒരു പ്രശ്നം ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസം അപ്പൂപ്പനും മോളും കൂടി ഇരുന്നിട്ട് അപ്പൂപ്പൻ രാവിലെ തന്നെ നടന്നൊക്കെ വന്നതിന് ശേഷം TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി. നല്ല അടിപൊളി വൈബായിരുന്നു. അപ്പോൾ അങ്ങനെ രാവിലത്തെ ഒരു വൈബാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവർ മാത്രമേ ഇവിടെ വീട് വെച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള വീട് എല്ലാം പ്ലോട്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ രസമുണ്ടായിരുന്നു ഇങ്ങനെ നടക്കാൻ. അങ്ങനെ ഞാൻ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. രാവിലെ നല്ല രസം കേട്ടോ, രാവിലെയും ഈ വൈകുന്നേരവും അടിപൊളി കേട്ടോ, ഇങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാൻ. അത് കഴിഞ്ഞ് വന്നപ്പോൾ മമ്മി ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ചു. അങ്ങനെ ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ഇല്ലാണ്ട് മമ്മിയുടെ സാമ്പാർ, അയ്യോ ഒന്നും പറയാൻ വയ്യ, അടിപൊളി സാമ്പാറായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി കുറച്ച് കൂടുതൽ കഴിച്ചു. ഷുഗറൊന്നും ഞാൻ നോക്കിയില്ല. മമ്മിയുടെ അടുത്ത് പോയാൽ ഭക്ഷണം കുറച്ച് കൂടുതലാണെന്ന് എനിക്കറിയാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നൊരു 10:30 ആയപ്പോൾ വീട്ടിലേക്ക് പോന്നു. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.